ഞങ്ങളുടെ അടുത്തേക്കൊന്നും ഒലിവ് ഇപ്പൊ വരാത്തേ? ഇവിടെ നോക്ക്, ദേവയും ലക്കിയും എല്ലാവരും ഉണ്ടല്ലോ. ഞാൻ വരുന്നില്ല ജാനറ്റ്, നിങ്ങൾ കളിക്ക്, ഞാൻ വരുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഒലിവ് ഞങ്ങളുടെ അടുത്തേക്ക് വരാറേ ഇല്ലല്ലോ. ഇന്ന് വന്നതല്ലേ, ഞങ്ങളുടെ കൂടെ കളിച്ചിട്ട് പോയാ മതി. ഞാനില്ല ജാനറ്റ്, എനിക്ക് സൈക്കിളിലൊന്നും കേറാൻ കഴിയില്ല. അതിന് സൈക്കിളിൽ കയറിയിട്ടുള്ള കളി മാത്രമല്ലല്ലോ ഞങ്ങൾ കളിക്കാറ്. ദേവയുടെ അടുത്ത് സ്കൂട്ടി ഉണ്ട്, പിന്നെ സൈക്കിൾ വെറുതെ ഉരുട്ടിയും കളിക്കാലോ. ഞാൻ വരുന്നില്ല, ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതല്ലേ. അതെ അതെ, അവന് ഒരുപാട് തടി കൂടുതലാ കൊച്ചേ. അവന് സൈക്കിളിലൊന്നും കേറാൻ മേല, അത് കണ്ടാലറിയില്ലേ. അയ്യോ ഈശ്വരാ, ഒലിവിന്റെ അച്ഛമ്മ എന്തൊക്കെയാ ഒലിവിനെ പറയുന്നേ? അവൻ പാവമല്ലേ അച്ഛമ്മേ? അതെ അതെ, എന്തൊക്കെയാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അമ്മേ? ഒന്ന് നിർത്തിക്കൂടെ? അതിന് അച്ഛമ്മയോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല അമ്മേ. ഞാൻ വിളിച്ച ഒലിവ് വരും, ദേവ വിളിച്ച എന്തായാലും ഒലിവ് വരും. വാ ഒലിവേ, വാടാ. എത്ര നേരായി ഞങ്ങളെയൊക്കെ നിന്നെ വിളിക്കുന്നു, ഒന്ന് വാ. ഞാനില്ല ദേവ, അച്ഛമ്മ പറഞ്ഞതൊക്കെ നീ കേട്ടില്ലേ? അച്ഛമ്മ എപ്പോഴും ഇങ്ങനെയൊക്കെയാ പറയുന്നേ. ഞാൻ നിങ്ങളുടെ കൂടെ ഒന്നും കളിക്കാനില്ല, ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാ. അയ്യടാ, അങ്ങനെ പോകാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ദേ നോക്ക്. അതെ അതെ, ഒലിവില്ലാതെ ഞങ്ങളും ഇന്ന് കളിക്കില്ല. ഞാനിത് ഇവിടെ ഇരുന്നു. ഒലിവിങ്ങ വന്നാല് ഞങ്ങളൊക്കെ ഈ സൈക്കിൾ റേസിങ്ങും സ്കൂട്ടി റേസിങ്ങും ഒക്കെ ചെയ്യും. വന്ന് നോക്ക് ഒലിവ്, എത്ര നേരായി ഞങ്ങളൊക്കെ വിളിക്കുന്നു. നീ ഒന്ന് അവിടുന്ന് അനങ്ങി വാ, ഇവിടെ വന്ന് ഇരിക്കെങ്കിലും ചെയ്യേ. സൈക്കിൾ ഓടിയിട്ടില്ലെങ്കിലും വെറുതെ ഉരുട്ടി നടക്കുന്നത് തന്നെ ഒരു രസമല്ലേ? അതേപോലെ സ്കൂട്ടി നിനക്ക് ഓടിക്കാനൊന്ന് ട്രൈ ചെയ്തൂടെ? ഞങ്ങൾ ആരും നിന്നെ ഒന്നും പറയില്ല ഒലിവ്. എത്ര നാളുകൾക്ക് ശേഷം വന്നതാണ്. അയ്യോ അതെ അതെ, ഒലിവിനെ കണ്ടിട്ട് എത്ര കാലമായിന്. ആദ്യമൊക്കെ ഒലിവ് നമ്മുടെ അടുത്തേക്ക് എപ്പോഴും വരാറുണ്ടായിരുന്നു. ഇപ്പൊ ഒലിവ് തീരെ വരാറില്ല. ഒലിവ നോക്ക്, സൈക്കിളൊക്കെ നോക്ക്. സൈക്കിൾ നമുക്ക് വെറുതെ ഉരുട്ടി കളിക്കാൻ വാടാ. ഒന്നും സൈക്കിളിൽ കയറൂല. ഒലിവിനെ പോലെ വെറുതെ ഉരുട്ടി നോക്കത്തേയുള്ളൂ. വാ. അതൊന്നും വേണ്ട, നിങ്ങൾ ഓട്ടിക്കോ, ഞാൻ വെറുതെ ഉരുട്ടി നോക്കിയോ. അവന് നാണമില്ലടാ. അവൻ വേണമെങ്കിൽ ഈ തടയും വെച്ചോണ്ട് നിങ്ങളുടെ സൈക്കിളിന്റെ പുറത്ത് കയറിയിരിക്കും. ഒളിഞ്ഞു വീഴുന്നത് കാണുമ്പോ ഞാൻ ഇവിടെ ഇരുന്ന് എന്ന് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അല്ലാതെ അവനെ കൊണ്ടൊക്കെ താങ്ങുമോ ആ സൈക്കിൾ? അമ്മമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഞാൻ ഇവരുടെ കൂടെ കളിക്കാൻ പോകും. അമ്മമ്മ എന്ത് പറഞ്ഞാലും ഞാൻ പോകും. എന്തിനാ അമ്മേ ആ കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? അവൻ എത്ര സങ്കടമുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ? വെറുതെ ഒരാളെ ഇങ്ങനെ വിഷമിപ്പിച്ച് കൊല്ലല്ലേ. അയ്യോ ജാനത്തിന്റെ അമ്മേ,